എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഓ എന്റെ ഭഗവതി, എന്തായിരുന്നു വിഷയം? വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. സത്യം സത്യം. കോടതിയിൽ അഭിഭാഷക ഉറങ്ങുകയാണ് പതിവെന്ന് വിമർശനം. ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഈ പുളുവൊക്കെ? കോടതിയെ ഒരു വിശ്രമ മുറിയായാണ് അഭിഭാഷക കണ്ടത് എന്ന് ജസ്റ്റിസ് അണിയം വർഗീസ് വാക്കാൽ പരാമർശിച്ചു. കേട്ടോടാ. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം. കോടതി പറഞ്ഞ വിമർശനങ്ങളിൽ ഒരു കഴമ്പില്ലാത്തതാണ്. പിന്നെ കോടതികൾക്ക് എന്തും പറയാലോ. കംപ്ലീറ്റ് അഹങ്കാരികൾ. ഞങ്ങൾ വക്കീലന്മാർക്ക് അങ്ങനെ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ കോടതി കളവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ 2-2.5 വർഷക്കാലമായി എന്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. 8 വർഷങ്ങളായി ഇപ്പൊ എന്റെ ഓഫീസ് എന്റെ വർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എല്ലാ ദിവസവും ഇരുന്നിട്ടുള്ള ചിലപ്പോഴൊക്കെ എനിക്കും ജീവിക്കണ്ടേ. 1-2 കേസിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്കിന് പോകുമ്പോഴല്ലാതെ വ്യക്തമായില്ല. വർഷങ്ങളായി ഇപ്പൊ എന്റെ ഓഫീസ് എന്റെ വർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡിക്കേഷനിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? ഞാനൊരു വലിയ സംഭവം അല്ലേ. ഈ കേസിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിൽക്കാൻ ഈ നാട്ടിൽ ഒരു അഡ്വക്കേറ്റ്സിന് കഴിയില്ല. എന്താ കാര്യം? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാനൊരു മനുഷ്യ ജീവിയല്ലേ, ചിലപ്പോ ഉറങ്ങിണ്ടാവോന്ന് എനിക്കറിയില്ല. എന്താ ഉറക്കം വരുന്നു? പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞു? വല്ലപ്പോഴും, പക്ഷെ ഞാൻ പരമാവധി ഉറങ്ങില്ല. ഒരു പ്രത്യേക ജീവിതല്ലേ. പിന്നെ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ച് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? പറയണ കേട്ടതൊന്നും വേറെ വക്കീലന്മാർ ആരും അവിടെ ഉറങ്ങാറില്ലെന്ന്. എല്ലാവരും ഒക്കെ ബോറടിക്കുമ്പോ ഉറങ്ങും അല്ലേ. ഓഹോ, അതൊരു പുതിയ അറിവാണ്. എന്തോന്നടാ ഇതൊക്കെ? ചിലപ്പോ ഊണ് കഴിച്ചിട്ട് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങി പോകും. ഗുഡ്, ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. ചൂടായിരിക്കുമ്പോഴൊക്കെ മനുഷ്യര് അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അങ്ങനെ ഒരു കണക്ക് കിട്ടുന്നത് അതിനുള്ള കൃത്യം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രാത്രി ഉറങ്ങണില്ല. എന്റെ ഓഫീസിലെ കേസുണ്ട്. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? സന്തോഷായി, നല്ല സന്തോഷമായി. ചിലപ്പോ എന്റെ ഉറക്കം ഒരിക്കലും ശരിയായിട്ടില്ല. ഇതാണ് എന്റെ കാര്യം. ഞാനും കൂടി ഈ കേസിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിന്നെ ആരുമില്ല. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. മതി, ചെയ്തിടത്തോളം പണി സഹായം ഒക്കെ മതി. ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.